ആ ഫയൽ വന്നപ്പോഴത്തേക്ക് ഞാനതിൽ എഴുതി ഒരാണയുടെ ജീവനേക്കാൾ വില ഒരു മനുഷ്യൻ്റെ ജീവനുണ്ട്, അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി ആനയെ കൊന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്രത്തിൽ താങ്കൾ പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആയിരുന്നില്ല, ഗവർണർ ആയതുകൊണ്ട്. പക്ഷെ ഇതൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിലെ കാര്യം നടന്നത് ഇത്തവണ കോൺഗ്രസ് തോൽക്കുമെന്ന് നേരത്തെ തന്നെ സർവേകളിലൊക്കെ വന്നതാണ്. പക്ഷേ ഒരു തരത്തിലും ലാസ്റ്റ് ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ കോൺഗ്രസിൻ്റെ ഇമേജ് ബിൽഡപ്പിന് ഒരു സംഭവം നടന്നില്ല. ഇത്രയും വലിയൊരു തോൽവി കോൺഗ്രസിന് പ്രതീക്ഷിച്ചിരുന്നു? എന്നെപ്പോലുള്ള ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായിരിക്കാം കാരണം? ഇപ്പോൾ വിലക്കയറ്റവും അഴിമതിയൊക്കെ കോൺഗ്രസിനെതിരെ ഇത്രയും വലിയ ആരോപണമായിട്ട് വന്നൊരു കാലം ഉണ്ടായിട്ടില്ല. പല കാര്യങ്ങളുമുണ്ട്. ഇത്രയും സത്യസന്ധനായ ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് വളരെ അപൂർവമായിട്ടേ കിട്ടുകയുള്ളൂ. പക്ഷേ എങ്കിലും അത് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് ശോഭിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ ചെയ്യാനും പറ്റിയില്ല. അതിപ്പോൾ താങ്കളൊരു ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരി സ്ഥാനത്തിരിക്കുമ്പോൾ അതിന് താഴെയുള്ളവർ തെറ്റ് കാണിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല, ഞാൻ സത്യസന്ധനാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ മൻമോഹൻ സിംഗ് അതിൻ്റെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ദ മോസ്റ്റ് പവർഫുൾ മാൻ. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടൊരു ആളിരിക്കുമ്പോൾ താഴേക്കിടയിലുള്ളവർ സ്പെക്ട്രം പോലുള്ള ഇതിൻ്റെ കാര്യത്തിൽ ഇത് കാണിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഞാനിത് അറിഞ്ഞില്ല അല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ലീഡർക്ക് പറ്റിയ ക്വാളിറ്റിയാണ്. കാരണം താങ്കളെപ്പോലുള്ള അല്ല, അത് മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു ലീഡറായിട്ട് പ്രധാനമന്ത്രി ആയതല്ല, ഫിനാൻഷ്യൽ എക്സ്പേർട്ടും റിസർവ് ബാങ്ക് ഗവർണറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് മനസ്സിലാക്കി അദ്ദേഹത്തിനെ ഗവർണറാക്കാനുള്ള ഒരു സന്മനസ് സോണിയാജിക്കുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയാക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അത് അല്ല, അപ്പോൾ അദ്ദേഹത്തിനും ആ ഒരു ഫീലിംഗ് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് എല്ലാ കാലത്തെ ഒരു സ്റ്റേറ്റ്സ്മാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വലിയതായിട്ട് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഈവൻ നരസിംഹറാവു പോലും യു വാസ് എ വെരി ഷൂഡ് പൊളിറ്റിക്കൽ, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഷൂഡായിട്ടുള്ളൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നിടത്ത് ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്ന ഒരാളെ കൊണ്ട് പ്രധാനമന്ത്രി, ഇപ്പോൾ സത്യസന്ധതയൊക്കെ ഞാൻ സമ്മതിക്കുന്നു, അദ്ദേഹം നല്ലൊരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. വാട്ട് അബൌട്ട് ടു ബി ഹാവിങ് എ പ്രൈം മിനിസ്റ്റർ? അതാണ്. അപ്പോൾ നരസിംഹറാവു തന്നെ ഇദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്, ഫിനാൻസ് മിനിസ്റ്ററായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ശോഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ അതിന് ശേഷം പ്രൈം മിനിസ്റ്റർ ആക്കിയിട്ട് തന്നെ ആദ്യത്തെ കൊല്ലത്തിൽ അദ്ദേഹത്തിന് കുറേ ഷൈൻ ചെയ്യാൻ കഴിഞ്ഞു. രണ്ടാമത്തെ ടേമിലാണ് അദ്ദേഹത്തിന് കുറച്ച് ഈ വീക്ക്നെസ് വന്നത്. അതൊരു പക്ഷേ മറ്റ് പ്രഷറുകൾ മറ്റു സൈഡിൽ നിന്ന് കൂടിയത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ താങ്കൾക്ക് വളരെ നേരിട്ട് അറിയുന്ന ആളാണ് പ്രണബ് മുഖർജി. അദ്ദേഹം കോൺഗ്രസ്സിലെ നരസിംഹറാവുവിനെ പോലെ തന്നെ വളരെയധികം തന്ത്രജ്ഞനായ കോൺഗ്രസിൻ്റെ ക്രൈസിസ് മാനേജറൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി വിടുകയും സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിലെ ഒരു ക്രൈസിസ് മാനേജർ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഇത് ചെയ്യാവുന്ന ഒരാളെ നഷ്ടപ്പെടുത്തുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രം വേറെയാകുമായിരുന്നു എന്ന് ചിന്തിച്ചവരുണ്ട്. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ എ വെരി വെറ്ററൻ കോൺഗ്രസ് മാൻ. എങ്കിൽ തന്നെയും എല്ലാ കാര്യവും ഞാനൊക്കെ തുറന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, അതിലൊരു ഞാൻ ചോദിച്ചാലൊരു കഴമ്പില്ലേ? അത് കുറച്ച് സെൻസ് ഉണ്ട്. സോണിയാഗാന്ധി ആദ്യത്തെ വട്ടം ത്യാഗം ചെയ്ത് പ്രധാനമന്ത്രി പദം ത്യാഗം ചെയ്തു എന്നുള്ള രീതിയിലും മറ്റും വലിയൊരു ഇതിലാണെന്ന് വരുന്നത്. പക്ഷെ രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നപ്പോൾ അവർ പോലും നിഷ്പ്രഭമായി പോകുന്നൊരവസ്ഥയുണ്ടായി. എവിടെയാണ് പിഴച്ചത്? അതുപോലെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നതിനെതിരെ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ വലിയ വിമർശനം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടത്ര പക്വതയായില്ല, പകരം പ്രിയങ്ക ഗാന്ധിയാണ് കൊണ്ടുവരേണ്ടിയിരുന്നത് എന്ന് കോൺഗ്രസിൽ അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? പ്രിയങ്കയ്ക്ക് ഉള്ളതുപോലുള്ള ഒരു ജനസമ്മതി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധി നേരെ മറിച്ച് പ്രിയങ്കയ്ക്ക് ഭയങ്കര ചാരിസ്മയാണ്. അതെനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അതൊരു ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു പഴയ ഇത് ഓർമ്മിപ്പിക്കുന്ന സ്വഭാവമാണെന്ന് പറയുന്നത് ശരിയുണ്ടോ? അതെ, എനിക്ക് നല്ലപോലെ അറിയാം, വളരെ നല്ലപോലെ അറിയാം. അതായത് ആദ്യം സോണിയാജി ബെല്ലാരി മത്സരിച്ചപ്പോൾ ഞാനന്ന് കർണാടകയിൽ ഇലക്ഷൻ്റെ ചാർജ് ഉള്ള ആളായിരുന്നു. അന്ന് സോണിയാജി അവിടെ മത്സരിച്ചെന്ന് ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് മാറി, ബെല്ലാരിയിലേക്ക് മാറ്റി, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്.
അന്ന് പ്രിയങ്ക അവിടെ വന്നപ്പോഴുള്ള ജനവികാരം ഞാൻ കണ്ടതാണ്. വഴിനീളെ ആളുകൾ, അവരുടെ എല്ലാ മുഖത്ത് ഭയങ്കരമായ ആഹ്ലാദം, എല്ലാവരും കൈവീശുന്നു. മീറ്റിംഗ് സ്ഥലത്ത് തന്നെ ഓർഗനൈസ് ചെയ്യാതെ തന്നെ ആളുകൾ കൂടുന്നു, തടിച്ചു കൂടുന്നു. അവരെല്ലാവരും കൈയടിക്കുന്നു, വേവ് ചെയ്യുന്നു, വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ കാണിക്കുന്നു. അങ്ങനെ ഒരു ജനമനസ്സിൽ പ്രിയങ്കയെക്കുറിച്ച് ഇങ്ങനെ ഒരു വലിയ ഒരു മതിപ്പും ചാരിസ്മയും ഉണ്ട്. അത് രാഹുലിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടായില്ല. അപ്പോൾ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന അഭിപ്രായമുണ്ടോ? എനിക്ക് അഭിപ്രായമുണ്ട്. അത് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? സോണിയാഗാന്ധിയുടെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രിയങ്ക അവരുടെ മനസ്സെനിക്കറിയാം. പ്രിയങ്ക തന്നെ മാറി പുറകോട്ട് നിൽക്കുന്നതാണ്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് പ്രിയങ്ക രംഗത്ത് വന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി നഷ്ടപ്പെടും എന്നുള്ളൊരു വാദം. അത് അമ്മയ്ക്കല്ല ഉള്ളത്, മകൾക്കാണുള്ളത്. ഷീ വാണ്ട്സ് ടു പ്രൊജക്റ്റ് ഹിം. ഞാനൊരു ഫാമിലി ലേഡി, ആ രീതിയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാം. പക്ഷേ അനിയൻ രാഹുൽ മുന്നോട്ട് വരണം, അയാൾ അധികാരസ്ഥാനത്ത് വരണം, അയാൾ എല്ലാം ആകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ കുട്ടികൾ. ഇതിനെക്കുറിച്ച് BJP വൃത്തങ്ങളൊക്കെ പറയുന്നത് റോബർട്ട് വധേര വിവാദ പുരുഷനായതുകൊണ്ട് പ്രിയങ്ക ഹൈലൈറ്റ് വന്നാൽ റോബർട്ട് വധേര വിൽ ബി ടാർഗറ്റഡ് എന്നുള്ള പേടി കൊണ്ട് വരാത്തതാണെന്നുള്ള ആക്ഷേപം. അല്ല, അതിന് മുമ്പേ മാറിയതല്ലേ. ഈ കോൺഗ്രസ് പാർട്ടി ഇത്രയും വലിയ പരാജയത്തിന് ശേഷം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും വരും. എത്ര കാലം? കോൺഗ്രസ് പാർട്ടിക്ക് വേരുള്ളതുപോലെ വേറെ ഒരു പാർട്ടിക്കുമില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും റൂട്ടുള്ള ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. അത് പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷെ 45 സീറ്റിൽ ഒതുങ്ങിപ്പോയി. അത് ഒതുങ്ങിപ്പോയത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പരാജയം പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അത് മാറും. ഈ മോഡിയെ പോലുള്ളൊരു എതിരാളിയെ താങ്കൾ കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ വാജ്പേയി വളരെ എല്ലാവരോടും ഇതായിട്ടുള്ള ആളാണ്. പുള്ളി അത്രയൊന്നും ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഈ വാസ് ഇൻ്റർനാഷണൽ സ്റ്റേറ്റ്സ്മാൻ. നെഹ്റുവിനെ പോലെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെയൊക്കെയുള്ളൊരു വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരാളായിരുന്നു. അഡ്വാനിജിക്കും അദ്ദേഹത്തിൻ്റെ സംഘപരിവാറും മറ്റു കാര്യങ്ങളും പരിമിതികളും ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ഈ ആധുനിക ഇതിൽ ബ്രാൻഡഡായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന കാര്യം ഇന്ന സമയത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ടൊരു ഭരണാധികാരിയുടെ റോൾ അറിയുന്ന ആളാണ് താങ്കൾ. അപ്പോൾ നരേന്ദ്രമോദി ഈ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അങ്ങനെ കുറച്ച് കാണാൻ പറ്റും. അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് 10-15 വർഷത്തേക്കുള്ളൊരു ഭരണമാണ്. അങ്ങനെ ഒരാളെ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ കസേരയിൽ നിന്ന് ഇറക്കി വിടാമെന്ന് കോൺഗ്രസ്സിന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നേതാവ് നിലയിൽ തോന്നുന്നുണ്ടോ താങ്കൾ? ഇത് മാറും. ഈ ആദ്യത്തെ ഇതെല്ലാം അങ്ങ് മാറും. ഇപ്പോൾ തന്നെ കുറച്ച് കുഴപ്പങ്ങൾ വന്നു തുടങ്ങിയില്ലേ, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മാറും. ഓരോ പ്രശ്നങ്ങൾ, പ്രധാനമന്ത്രിയുടെ പ്രശ്നങ്ങളും ഓരോ മനുഷ്യരുടെ വൈവിധ്യങ്ങളായ താല്പര്യങ്ങളുള്ള മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴത്തേക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് കുറേ എതിർപ്പുകൾ പിന്നെ വരും, സ്വാഭാവികമായിട്ട് വരും. പിന്നെ BJPയുടെ ഐഡിയോളജി ഉണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ദഹിക്കുന്നതല്ല. അതിലോട്ട് അദ്ദേഹം കടക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ എതിർപ്പുണ്ടാവും. അദ്ദേഹം അതിൽ കടക്കുന്നതിന് പകരം വികസനത്തിൽ ഊന്നിയുള്ളൊരു അജണ്ടയാണല്ലോ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വികസനത്തിൽ ഊന്നിയുള്ള അജണ്ട മുന്നോട്ട് വെച്ചാൽ എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം. പാർട്ടി മുഴുവൻ അതിനോട് നിന്ന് കൊടുക്കണമെന്ന് കണ്ടറിയണം. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള അമിത്ഷായെ വരെ ദേശീയ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞു. പാർട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലായി കഴിഞ്ഞു. അത് തന്നെ പാർട്ടിയിൽ പിളർപ്പുണ്ടാകാൻ കാരണമാണ്. സ്വന്തം ആളുകളെ, അർഹതയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ആളുകളെ മാത്രം ഈ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ കാരണമാണ്. ഏറ്റവും മറ്റേ പ്രമുഖനായ അഡ്വാനി പോലും ഒരു വാക്കുമിണ്ടാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം വരെ മമ്പയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഒരു ബെനവലൻ ഡിക്റ്റേറ്റർ എന്നുള്ള തരത്തിലേക്കാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു ബെനവലൻ ഡിക്റ്റേറ്ററെ ചോദ്യം ചെയ്യാൻ BJPക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ RSSനോ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഏത് രീതിയിൽ ഡിക്റ്റേറ്ററാണെന്നുള്ള എല്ലാവരും സമ്മതിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലുള്ള ഡിക്റ്റേറ്ററാണെന്നുള്ളതാണ് ഇത് കണ്ടറിയേണ്ടത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റേതായ തനിനിറം പുറത്തു വരും. വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദി അറിയോ? അദ്ദേഹത്തെ പരിചയം? അല്ല, ഞാൻ അറിയില്ല. എനിക്ക് അതിനുള്ള അദ്ദേഹമായിട്ട് പരിചയപ്പെടാനോ ബന്ധപ്പെടാനോ ഉള്ള അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ഒരു പേഴ്സണൽ വിലയിരുത്തൽ നടത്താൻ പറ്റില്ല. അകലെ മാറി നിൽക്കുന്നതുകൊണ്ട് തോന്നുന്ന ഒരു ചിന്ത കൂടി ആയിക്കൂടെ? ചിലപ്പോൾ ചിലർ അടുത്തറിഞ്ഞാൽ. അല്ല, അത് എനിക്ക് ഇപ്പോൾ മിക്കവാറും ഗവർണർമാർ പോയി കണ്ടു, പിന്നെ പ്രധാനമന്ത്രിയെ ഹോം മിനിസ്റ്ററെ പോയി കണ്ടു. ഞാൻ രണ്ടുപേരെയും കാണാൻ പോയിട്ടില്ല.
അതുപോലെ തന്നെ താങ്കൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് മറ്റേ ആൻഡമാൻ നിക്കോബാറിൽ നിന്നൊക്കെ വന്നത്. കേരള രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് താങ്കൾ ശ്രദ്ധിക്കപ്പെടുകയും അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ പല നേതാക്കൾക്കും ഇല്ലാത്ത ബന്ധങ്ങൾ താങ്കൾക്ക് ഇപ്പോൾ ഗുലാം നബി ആസാദ്, അഹമ്മദ് പട്ടേൽ, കീ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് വലിയ ഒരു ബന്ധം താങ്കൾക്കുണ്ടായിരുന്നു. താങ്കൾ വളരെ ടഫായിട്ട് നിലപാടെടുക്കുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ ഒരു ബന്ധം എങ്ങനെയാണ് ഇത്രയും ഇതിനുള്ളിൽ? കാരണം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കീ പൊസിഷനിലുള്ള ആൾക്കാർ താങ്കൾ ഇഷ്ടപ്പെടുന്നു. ഞാനത് സ്വാധീനിച്ചു എന്നല്ല പറയുന്നത്, അവരും ഇഷ്ടപ്പെടുന്നു താങ്കളുടെ അത് സോണിയാജിക്ക് തന്നെ ഇഷ്ടമാണ്, ഇന്ദിരാജിക്ക് തന്നെ വലിയ ഇഷ്ടമായിരുന്നു. അതൊരു മറ്റേ ഇതിൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിനോടുള്ള താല്പര്യമായിരുന്നു. അത് മാത്രമാണ്, അല്ല ഈ വേറെ രീതിയിലുള്ള അവരെ മണിയടിക്കാനുള്ള അതിനൊന്നും ഞാൻ പോയിട്ടില്ല. എൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഈ പിന്നോക്ക സമുദായങ്ങളെ പൊതുവെ കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് കേരളത്തിൽ തഴയുന്നു എന്നുള്ള വലിയൊരു ആക്ഷേപമുണ്ട്. ആർ ശങ്കറിന് ശേഷം ഒരു മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് VM സുധീരൻ KPC പ്രസിഡൻ്റായത് ഒഴിച്ചാൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പിന്നോക്ക സമുദായങ്ങൾ, ഈഴവരും ദളിതൊക്കെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് ഒരു പരാതി ഉണ്ടായിരുന്നു. കരുണാകരൻ്റെ കാലത്ത് ദളിതരുടെ കാര്യത്തിൽ കുറച്ചൊരു ശ്രദ്ധയുണ്ടായിരുന്നു, അതുപോലും ഇപ്പോൾ വേണ്ടത്ര ഇല്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ നിലപാടെടുക്കുന്നത്? കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിൽ ഈഴവ സമുദായത്തിൽ പോലുള്ള ആളുകളുടെ റെപ്രസെൻറ്റേഷൻ വളരെ കുറയുന്നു. ഇത്തവണ 3 പേര് MLA-മാരുള്ളൂ. 3 പേര് MLA-മാരെന്ന് വെച്ചാൽ കുറച്ച് ആളുകളെ സ്ഥാനാർത്ഥിയാക്കി വിട്ടിട്ടു. ആക്കിയവരെ തന്നെ ജയിക്കുന്ന സീറ്റ് കൊടുത്തില്ല എന്നുള്ളതുണ്ടോ? അതുകൊണ്ട് വളരെ കുറച്ച് ആളുകൾ എതിർത്തിട്ടുള്ള അവരുടെ കേരളത്തിലെ അവരുടെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിഗണന അവർക്ക് നൽകിയിട്ടില്ല. സീറ്റ് വിതരണം ചെയ്തപ്പോഴും നൽകിയിട്ടില്ല. അതിൻ്റേതായ പോരായ്മ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്ര സീറ്റ് കുറയാൻ ഒരു കാരണം അതല്ലേ? ഒരു കാരണമാണ്, അത് ശരിയാണ്. സീറ്റ് കുറയാനുള്ള കാരണം തന്നെ ഈഴവരെ അവഗണിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നു. ഈ ഞാൻ നേരത്തെ നിങ്ങളുടെ പത്രക്കാരൻ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽ നല്ലൊരു വിഭാഗം കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. പഴയ അവസ്ഥയല്ല. പണ്ടൊരു നല്ല ശതമാനം മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ പലപ്പോഴും കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അംഗീകരിക്കാത്തതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന പരാജയത്തിൻ്റെ തന്നെ ഈ ഇത്രയും നമ്പർ കുറഞ്ഞതിൻ്റെ തന്നെ